നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ലോകത്ത് മറ്റ് പെൺകുട്ടികളില്ല എന്ന് പറഞ്ഞാലും എന്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇവളെ കയറ്റില്ല. ഗൗതമിന്റെ ജീവനാ എനിക്ക് പ്രധാനം. അതിനിടയിലേക്ക് നിങ്ങളുടെ പ്രതികാരം വലിച്ചിടരുതേ വസു. എന്റെ മകന്റെ ആയുസിന് വേണ്ടി ഞാൻ യാചിക്കുക. ദയവ് ചെയ്ത് ഈ വിവാഹത്തിന് സമ്മതിക്കണം. ആലോചിച്ചാൽ ഇതിൽ തെറ്റില്ലെന്ന് നിനക്ക് മനസ്സിലാവും വസു. ആരൊക്കെ അനുകൂലിച്ചാലും ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. ഞാൻ വിവാഹത്തിന് വന്ന ഒരു ഗസ്റ്റ് മാത്രമാണ്. കല്യാണത്തെക്കാൾ ഉപരിയായി എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഗൗതം സാറിനെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമല്ല. നീ എന്നെ റിജക്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിന്നെ റിജക്ട് ചെയ്തതാ. അമ്മയുടെ നിലപാട് തന്നെ എനിക്കും. നിന്നെ എനിക്ക് വേണ്ട. ഇതേ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിക്കാതെ. ഇത്രയും നല്ല ബന്ധം നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ കിട്ടില്ല. ജോത്സരുടെ വർത്തമാനം കേട്ടാ ഇവളേതോ കൊട്ടാരത്തിലെ രാജകുമാരിയാണെന്ന് തോന്നുമല്ലോ. എന്ത് മികവിന്റെ പേരിലാ ഈ ബന്ധം ഗൗതത്തിന് നല്ലതാവുന്നത്? ഇതേ ചോദ്യം തന്നെയാണ് എനിക്കും ജോത്സ്യരങ്ങളോട് ചോദിക്കാനുള്ളത്. വസുന്ധര ആന്റിയെ പോലെ ഒരു സ്ത്രീ ഉള്ളൊരു വീട് എങ്ങനൊരു നല്ല കുടുംബമാവും? അവിടെ ഒരു പുതുപെണ്ണിന് എന്ത് സ്വസ്ഥതയാണ് കിട്ടുക? നിന്റെ അടവ് കൊള്ളാം. കല്യാണം നടക്കണമെന്ന് തന്നെയാണ് നിന്റെ മനസ്സിലിരിപ്പ്. എന്നിട്ട് എല്ലാവരെയും കൊണ്ട് നിർബന്ധിപ്പിക്കാൻ വേണ്ടി നീ അഭിനയിക്കുക. എന്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടായിരിക്കും. ചിലപ്പോ നോട്ടുകെട്ടുകളുടെ പുറത്താവും നിങ്ങൾ ഉറങ്ങുന്നതും. പക്ഷേ ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കലർപ്പില്ലാത്ത സ്നേഹം മാത്രമാണ്. നിങ്ങൾ ഉള്ളിടത്ത് അത് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഇവളുടെ സംസാരം എല്ലാരും കേട്ടല്ലോ. ഇങ്ങനെയുള്ള ഒരുത്തി മരുമകളായിട്ട് വന്നാ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും? അതിന് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ലല്ലോ. നീ വരാന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോവില്ലല്ലോ. എനിക്ക് വസുന്ധരാമയോട് തനിച്ചൊന്ന് സംസാരിക്കണം. എന്താ? ഇവിടത്തേക്ക് ഗുണമുള്ള കാര്യമാണ്. ഒന്ന് വരൂ. ഈഗോ മാറ്റിവെച്ച് ചെല്ലു വസു, പ്ലീസ്. വന്നോളൂ. ജോത്സ്യര് വസുന്ധരയെ വശത്താക്കി ഈ കല്യാണം നടത്തൂ. എന്റെ മകൾക്ക് കിട്ടാത്ത ഭാഗ്യം ഒരിക്കലും നിധിക്ക് കിട്ടരുത്. അതിന് ഞാൻ എന്തും ചെയ്യും. ശിവാനിയുടെ വോയിസ് മെസ്സേജ് ആണല്ലോ. മാറി നിന്ന് കേൾക്കാം. മതി, നിർത്ത്. നിധിയുടെ ഗുണഗണങ്ങളെ എന്റെ മുമ്പിൽ വർണ്ണിച്ച് ഇനിയും എന്റെ മനസ്സ് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണ്ട. എന്റെ കണ്ണിൽ അവൾ അഹങ്കാരിയും നിഷേധിയും തന്റേടിയുമാണ്. അങ്ങനെ ഒരുത്തിയെ ഗൗതമിന്റെ ഭാര്യയാകാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിധി ഗൗതമിന്റെ നല്ല സുഹൃത്താണ്. അങ്ങനെയുള്ള ഒരാൾ ഏറ്റവും നല്ല ഭാര്യയുമായിരിക്കും. ആ ഫ്രണ്ട്ഷിപ്പ് വരെ ഞാൻ തകർക്കും. പിന്നെയല്ലേ മാരേജ്. അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തതിന് കയ്യും കണക്കുമില്ല. ഈ സൊസൈറ്റിക്ക് മുമ്പില് പല പ്രാവശ്യം അവൾ എന്നെ നാണം കെടുത്തി. നിങ്ങൾക്കറിയാവോ, ഈ മണ്ഡപത്തിൽ വന്നതിന് ശേഷം പോലും അവൾ എന്നോട് തർക്കുത്തരം പറഞ്ഞിട്ടുണ്ട്.
ഗൗതമിനെ ഓർത്ത് മാത്രമാ ഞാനതൊക്കെ വിട്ടുകളഞ്ഞത്. അതേ വിട്ടുവീഴ്ച ഗൗതമിന്റെ വിവാഹകാര്യത്തിലും ചെയ്യണം വസുന്ധരാമേ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഗൗതം അവളെ വിവാഹം കഴിക്കുന്നത് കാണാൻ ഞാൻ ഈ മണ്ഡപത്തിൽ നിൽക്കില്ല. ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ ഈ വിവാഹം നടക്കുമെന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ അങ്ങനെ നടന്നാൽ ഈശ്വരമംഗലത്ത് പിന്നെ ഞാനുണ്ടാവില്ല. അവിടുന്നും ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ എന്നേക്കുമായിട്ട് പടിയിറങ്ങും. അങ്ങനെയൊന്നും പറയരുത്. ഗൗതമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വസുന്ധരാമ്മ തന്നെയാണ്. എങ്കിൽ അവളെയും വീട്ടുകാരെ ഇവിടുന്ന് ഇറക്കിവിട്. ഡൈനിങ് ടേബിളിലിരുന്ന് മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ പോലും അറിയാത്ത വർഗങ്ങൾ അവര്. കൾച്ചർ തൊട്ട് തീണ്ടാത്തവര്. വസുന്ധരാമ്മ കരുതുന്നത് പോലെയല്ല. നിധി നല്ല വിദ്യാഭ്യാസമുള്ളവളാ. പഠിക്കാൻ മിടുക്കിയായിരുന്നു. കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ജോലിക്ക് പോവാതെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു കലക്ടറോ ഡോക്ടറോ ഒക്കെ ആവേണ്ട കുട്ടിയായിരുന്നു അവള്. ആ കളക്ടർ ഇനിയും പഴയതുപോലെ തെരുവ് ഭരിച്ചാ മതി. എന്റെ കുടുംബത്തിൽ കയറി നിരങ്ങണ്ട. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത്തിരി സാവകാശം എടുത്ത് ഗൗതമിന് യോജിച്ച ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. എന്നിട്ട് മതി വിവാഹമൊക്കെ. ഇത്തിരി ശാന്തമായി ചിന്തിക്കുക വസുന്ധരാമേ. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. അതുപോലെ ഗൗതം ജീവിച്ചിരുന്നാലേ നിങ്ങൾക്ക് മറ്റൊരു വിവാഹാലോചന നടത്താൻ പറ്റൂ. ഗൗതമിന്റെ ജാതകം മറ്റു പല ജ്യോത്സ്യന്മാരെയും വസുന്ധരാമ്മ കാണിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. 30-ാം വയസ്സിൽ വരാനിരിക്കുന്ന ദശാസന്ധിയെക്കുറിച്ച് അവര് മുന്നറിയിപ്പ് തന്നിട്ടില്ലേ? ഉണ്ട്. ഇപ്പോ ഗൗതമിന് 30 തികഞ്ഞു. മരണം ഒഴിവാക്കാൻ ദീർഘസുമംഗലി യോഗമുള്ള പെൺകുട്ടി ഉടനെ വന്നേ തീരൂ. നാലര വർഷം കാത്തിരുന്നിട്ടാ ഗൗതമിന് ചേരുന്നൊരു ജാതകം വന്നു ചേർന്നത്. ഇനി ഇങ്ങനെയൊന്ന് വരണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? വാശി പിടിച്ചിരുന്നിട്ട് ഗൗതമിന്റെ ജീവൻ നഷ്ടപ്പെട്ടാലോ? ഈ ജന്മത്ത് വസുന്ധരാമ്മയ്ക്ക് കുറ്റബോധം മാറുമോ? അവൻ എന്തെങ്കിലും സംഭവിച്ച ഞാനും ഈ ലോകം വിട്ടു പോവും. ഞാൻ പറയുന്നത് പോലെ ചെയ്ത ആർക്കും ഒരാപത്തും സംഭവിക്കില്ല. ഗൗതമിന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതെല്ലാം അച്ചട്ടായിട്ട് നടന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. നക്ഷത്രങ്ങൾ പറയുന്നത് ഈ വിവാഹം നടന്ന ഗൗതമിന്റെ ആയുർദോഷം പരിഹരിക്കപ്പെടുമെന്നാണ്. അത്രയ്ക്ക് ശക്തമായ യോഗങ്ങളുള്ള കുട്ടിയാണ് നിധി. സമാധാനത്തോടെ ചിന്തിക്ക്. ഗൗതമിന്റെ ആയുസാണോ വസുന്ധരാമയ്ക്ക് നിധിയോടുള്ള വെറുപ്പാണോ മുഖ്യം? മനസ്സിൽ ഏത് തട്ടാണോ താഴ്ന്നിരിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക.